നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് മമതാ ബാനർജി എത്തുമ്പോൾ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും സന്തോഷമൊന്നുമില്ല. ബംഗാൾ ഘടകത്തിന് പ്രത്യേകിച്ചും കല്ലുകടി തന്നെയാണ്. എന്നാൽ മമതാ ബാനർജി പറഞ്ഞു, അധികാരത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന തിരിച്ചറിവ്. തൃണമൂലിനെ ഇല്ലാതാക്കാം, പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഐഡിയോളജിയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുറപ്പിച്ചാണ് മമതാ ബാനർജിയുടെ തിരിച്ചുവരവ്. അതായത് മഹുവ മൊയ്ത്രയും സയനി ഘോഷും ഒക്കെ അടങ്ങുന്ന പഴയ തൃണമൂൽ കോൺഗ്രസിനെ പ്രതാപപൂർവം തിരിച്ച് വീണ്ടെടുക്കാനുള്ള ശ്രമമല്ല, മറിച്ച് അവരെ കോൺഗ്രസിലേക്ക് എത്തിച്ച് കോൺഗ്രസിനെ വീണ്ടും വളർത്തിയെടുക്കുക. കോൺഗ്രസിൻ്റെ നേതാവായ അധീർ ചൗധരിയുമായി രമ്യതയിലേക്ക് എത്തുക. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടങ്ങൾക്കും കരുത്ത് പകരുക, ഭരണഘടനയെ സംരക്ഷിക്കാൻ മരണം വരെ പോരാടുക, ഇതൊക്കെയാണ് മമതാ ബാനർജി മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ UPA സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രധാന പങ്കാളികളിൽ ഒരാളായി മമതയെ മാറ്റുന്ന കാര്യം ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ AICC നേതൃത്വം, ദേശീയ കമ്മിറ്റി ആലോചിച്ചു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ വാസ്തവം എന്താണ്? തൃണമൂൽ കോൺഗ്രസിലെ വിമത MP-മാർ BJP-യിലേക്ക് ചേരുമ്പോൾ പിന്നെ അവശേഷിക്കുന്ന കുറച്ച് MP-മാർ കോൺഗ്രസിലേക്ക് ചേരുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർക്ക് അയോഗ്യത വരില്ലേ എന്ന ചോദ്യമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഭരണഘടനയിൽ ഒരു പാർട്ടിയിലെ അംഗങ്ങളിൽ മെജോറിറ്റി മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേരുമ്പോൾ കുറച്ചു പേർ, അതായത് അംഗസംഖ്യയിൽ കുറവുള്ളവർ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിച്ചാൽ അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. തൻ്റെ മാതൃപ്രസ്ഥാനത്തിൻ്റെ വോട്ട് വാങ്ങി, അതായത് പുല്ലും പൂവും എന്ന അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് ഈ 29 MP-മാരെ. അവർക്ക് BJP-യിലേക്ക് പോകാൻ എന്തനുമതിയാണുള്ളത് എന്ന ചോദ്യമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് പോകാൻ കഴിയുമോ? എന്നാൽ ഇപ്പോഴും ഔദ്യോഗികപരമായി മമതാ ബാനർജി തന്നെയാണ് പാർട്ടിയുടെ അധ്യക്ഷ. അവർക്ക് കോടതി വഴി ചലഞ്ച് ചെയ്യാം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ബയാസ്ഡ് ആയതുകൊണ്ട് തന്നെ, പക്ഷപാത രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നീതി ലഭ്യമാകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രമുഖ നിയമവിദഗ്ധരെ സന്ദർശിച്ച ശേഷം ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷമായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായി ഒരു മഹാലയനം കൊൽക്കത്തയിൽ വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മമതാ ബാനർജി എടുത്തിരിക്കുന്ന ഉചിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം.